ഇന്ന് രാവിലെ കോളേജിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഫ്ലാഷ് മോബിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് ഉച്ചയ്ക്ക് ഡ്രഗ് അബ്യൂസിനെതിരായിട്ടൊരു ഫ്ലാഷ് മോബ് ഉണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രാക്ടീസ് നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഇന്ദു ചേച്ചി നമ്മുടെ ഫ്ലാഷ് മോബിൻ്റെ ഒരു വാളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പൊന്നും കൂടെ പൂ വാങ്ങാനായിട്ട് ഇറങ്ങി. ഗായ്സ്, നമ്മൾ എവിടെ പോവാം? മുല്ലപ്പൂ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. നമുക്കിന്ന് ഫ്ലാഷ് മോബ് ഉണ്ട് ഗായ്സ്. അതന്നെ, അപ്പം അതിന് മുല്ലപ്പൂ വേണം. പിന്നെന്താ വേണ്ട? ചന്ദനത്തിരി, തീപ്പെട്ടി, കർപ്പൂരം എല്ലാം വേണം. ഇതെല്ലാം വാങ്ങിച്ചിട്ട് അതന്നെ മിസ്സിൻ്റെ പൈസ മിസ്സിൻ്റെ 500 രൂപ. പൂവും സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. അങ്ങനെ നടന്ന് ഞങ്ങൾ തിരുനക്കര ഒരു കടയിൽ ചെന്നിട്ടാണ് പൂവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് റോസാപ്പൂവും മുല്ലപ്പൂവും പിന്നെ മറ്റ് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. കടയിലാണെങ്കിൽ കുറേ മാലകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബൊക്കകളും പിന്നെ കുറേ പൂക്കളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ നോക്കിയിരുന്നു. പിന്നെ തിരിച്ച് കോളേജിൽ വന്നു. സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഫുള്ള് കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു നമ്മുടെ പരിപാടി നടത്താൻ. അതിന് പരിപാടി കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്ക് സ്റ്റേജിൽ കുറേ ഡാൻസൊക്കെ കളിച്ച് നിന്ന് അടിപൊളിയായിരുന്നു. കുറേ നേരം ചില്ലായിട്ടുണ്ട്. ടെൻഷൻ അങ്ങനെ ഒരു അതിലൂടെ തന്നെ മാറ്റി കിട്ടി. സത്യം പറഞ്ഞാൽ പുറകെ ഫ്രണ്ട്സുമായിട്ട് കുറേ നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡിലുള്ള ആ ടെൻഷനൊക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്ലാഷ് മോബൊക്കെ തുടങ്ങി. നമ്മുടെ ഫ്ലാഷ് മോബൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഫ്ലാഷ് മോബൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ചീഫ് ഗസ്റ്റായിട്ടൊരു പോലീസ് ഓഫീസറായിരുന്നു വന്നത്. അങ്ങനെ കുറേ നേരം ആ പ്രസംഗമൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ഓരോ ഡ്രഗ് അബ്യൂസിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനും അമ്പിളിയും ശ്രീലക്ഷ്മിയും കൂടെ പുറത്ത് ഹോസ്റ്റലിലോട്ടൊന്ന് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അവളുടെ ഹോസ്റ്റലിൽ പോയി. നല്ല ബുദ്ധിമുട്ടാണ് പോയി വരാൻ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ തിരക്കി പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് ഹോസ്റ്റലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരികെ വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും നാളത്തെ ഗ്രാജുവേഷൻ പരിപാടിയുടെ ഓരോ ഒരുക്കങ്ങളായിരുന്നു അവിടെ മൊത്തം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു നമുക്ക് അവിടെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ചുമതല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേജ് കുറേ നേരം നമ്മൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. നമ്മളതിൻ്റെ ആ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മളും ഫ്രണ്ട്സും സിസ്റ്ററും എല്ലാവരും കൂടെ നിൽക്കുകയൊക്കെ ഉണ്ടായി. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും അമ്പിളിയും കൂടെ പുറത്ത് പോയി പപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് നാളത്തേക്ക് നമ്മൾക്ക് തന്നെ. അപ്പോൾ അതിനുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോൾ സിസ്റ്റർ നമുക്ക് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ചൂടോടെ മഴയത്ത് കാപ്പിയും കുടിച്ച് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ പപ്സൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളതെല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നത്. പിന്നെ അത്രയേ ഉള്ളൂ.